അവർ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് S4 ഇലക്ട്രിക്കലിലെ സിംഗ്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസിലെ 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടോർക്ക് ഇക്വേഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് എങ്ങനെയാണ് നമ്മളൊരു ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നോക്കണം. അതായത് നമ്മുടെ മോട്ടറിൻ്റെ സ്റ്റേറ്ററിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ റോട്ടറിലും മാഗ്നറ്റിക് ഫീൽഡ് കാണും. അത് കാരണം അവിടെ ഒരു കറണ്ട് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ റോട്ടറിലെ മാഗ്നറ്റിക് ഫീൽഡും സ്റ്റേറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിൻ്റെ ഡെറിവേഷൻ ആയിരിക്കും ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ടോർക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ മാക്സിമം ടോർക്കിൻ്റെ കണ്ടീഷനും കണ്ടുപിടിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ടോർക്ക് ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പവറും ടോർക്കും തമ്മിലുള്ള ഇക്വേഷൻ നോക്കാം. പവർ P ഈക്വൽ ടു TD ഇൻറ്റു ഒമേഗ. TD എന്ന് വെച്ചാൽ ടോർക്കാണ്. അവിടെ ഡെവലപ്പ് ചെയ്ത ടോർക്കിനെയാണ് TD എന്ന് വിളിക്കുന്നത്. ഒമേഗ എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ആംഗുലർ വെലോസിറ്റി ഓഫ് റോട്ടറാണ്. പവർ എന്ന് വെച്ചാൽ P ഈക്വൽ ടു പവറാണ്, മെക്കാനിക്കൽ പവറാണ്. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിക്കൽ പവറിനെയാണ് P എന്ന് ഡിനോട്ട് ചെയ്തത്. ഇനി നമ്മൾ ഈ ടോർക്ക് ഇക്വേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ടോർക്ക് എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കണം. അപ്പോൾ ടോർക്ക് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് റോട്ടർ കറണ്ട്. റോട്ടർ കറണ്ട് നമുക്ക് I2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സിനെയാണ്. ഫ്ലക്സിനെ നമുക്ക് ഫൈ എന്ന് ഡിനോട്ട് ചെയ്യാം. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന തേർഡ് ഫാക്ടർ എന്ന് വെച്ചാൽ പവർ ഫാക്ടറാണ്. പവർ ഫാക്ടറിനെ നമുക്ക് കോസ് തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം. ഈ 3 ഫാക്ടേഴ്സിനെയാണ് കോസ് തീറ്റ 2, റോട്ടറിൻ്റെ ആയതുകൊണ്ടാണ് തീറ്റ 2. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിനെയാണ് ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് ടോർക്ക് ഡെവലപ്ഡ് TD ഈസ് പ്രപ്പോർഷണൽ ടു ഫ്ലക്സ് ഫൈ, റോട്ടർ കറണ്ട് I2 ആൻഡ് പവർ ഫാക്ടർ കോസ് തീറ്റ 2. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ്, അതായത് ഈ റോട്ടറിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് അവിടെ ഒരു EMFനെ ഇൻഡ്യൂസ് ചെയ്യും. ആ EMF സ്റ്റേറ്റർ EMFന് പ്രപ്പോർഷണൽ ആയിരിക്കും. സ്റ്റേറ്ററിൻ്റെ EMF ആണ് E1, ഇവിടുത്തെ ഫ്ലക്സ് ആണ് ഫൈ. അപ്പോൾ ഈ ഫൈ പ്രപ്പോർഷണൽ ടു E1 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് പോകാം. ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോഴേക്കും അതിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, സ്റ്റേറ്റർ ഇൻഡക്റ്റൻസ് ഉണ്ട്, പിന്നെ ഒരു ഷണ്ട് ബ്രാഞ്ച് ഉണ്ട്. അതിനും റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഉണ്ട്. ഈ 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിന് ഈക്വൽ ആണ്. അപ്പോൾ ഇനി റോട്ടർ സൈഡാണ്. റോട്ടർ സൈഡിലും റിയാക്റ്റൻസ് ഉണ്ട്, അവിടെ ഒരു റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് R1, ഇത് X1, ഇത് നമുക്ക് RC എന്ന് വിളിക്കാം, പിന്നെ XC എന്ന് വിളിക്കാം. ഇവിടുത്തെ റിയാക്റ്റൻസ് SX2, ഇവിടെ R2. ഇത് വേരിയബിൾ ആണ്, ഇത് വേരി ചെയ്യാവുന്ന റെസിസ്റ്റൻസ് ആണ്. ഇത് റോട്ടർ സൈഡും ഇത് സ്റ്റേറ്റർ സൈഡും ആണ്. ഇനി ഇവിടെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത് EMF E1 ആണ്. ഇവിടെ ആകുമ്പോൾ SE2 ആണ്. ഇവിടെ സ്ലിപ്പും കൂടെ കൺസിഡർ ചെയ്യും. ഇനി നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നോക്കാം. ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സെക്കൻഡറി വോൾട്ടേജ് ടു പ്രൈമറി വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത് E2 ആണ്. അതുപോലെ പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത് E1 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫൈ ഈസ് പ്രപ്പോർഷണൽ ടു E1 എന്ന്. അപ്പോൾ ഇവിടുത്തെ E1ന് പകരം നമുക്ക് E2/5 എന്നെടുക്കാം. ഇനി ഈ കെയുടെ വാല്യൂ 1 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക്
E2 ഈക്വൽ ടു 5 എന്നൊരു റിസൾട്ട് കിട്ടും. ഇതിനെ നമുക്ക് എ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 5ക്ക് വേണ്ടിയുള്ള ഇക്വേഷൻ കിട്ടി, E2 ഈക്വൽ ടു 5. ഇനി നമുക്ക് I2ന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. I2 റോട്ടർ കറണ്ട് I2 ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF അണ്ടർ റണ്ണിങ് കണ്ടീഷൻ. റണ്ണിങ് കണ്ടീഷനിൽ ഇൻഡ്യൂസ്ഡ് EMF. സാധാ EMF എന്ന് പറയുമ്പോഴത്തേക്കും E2 റണ്ണിങ് കണ്ടീഷനിലാകുമ്പോൾ നമ്മൾ സ്ലിപ്പ് കൂടി കൺസിഡർ ചെയ്യും. അപ്പോൾ SE2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് ഓൺ ദ റോട്ടർ സൈഡ്. ടോട്ടൽ ഇമ്പിഡൻസ് ഓൺ റോട്ടർ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കണം. അപ്പോൾ SS2 ഉണ്ട്, R2 ഉണ്ട്. ഇതിന് നമുക്ക് Z2 എന്ന് വിളിക്കാം. അപ്പോൾ I2ൻ്റെ ഇക്വേഷൻ SE2 ബൈ Z2 എന്ന് കിട്ടി. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു SE2 ബൈ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് SX2 ദ ഹോൾ സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നമുക്ക് B എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ 5യുടെ ഇക്വേഷനും കിട്ടി, I2ൻ്റെ ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പവർ ഫാക്ടർ കോസ് തീറ്റ 2ൻ്റെ ഇക്വേഷനാണ്. കോസ് തീറ്റ 2 ഈക്വൽ ടു R2 ബൈ Z2. R2 എന്ന് വെച്ചാൽ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. വേരിയബിൾ റെസിസ്റ്റൻസ് ഓൺ റോട്ടർ സൈഡ്. റോട്ടർ സൈഡിലെ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. Z2 എന്ന് വെച്ചാൽ ഇമ്പിഡൻസ്, ടോട്ടൽ ഇമ്പിഡൻസ് ഓഫ് റോട്ടർ സൈഡ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ R2 ബൈ Z2ന് പകരം റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് SX2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 5യുടെ ഇക്വേഷൻ കിട്ടി, I2ൻ്റെ ഇക്വേഷൻ കിട്ടി, കോസ് തീറ്റ 2ൻ്റെ ഇക്വേഷന് കിട്ടി. ഈ ഇക്വേഷൻ എല്ലാം നമുക്ക് ആദ്യം കിട്ടിയ കണ്ടീഷനിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആദ്യം കിട്ടിയത് TD പ്രപ്പോർഷണൽ ടു 5 I2 കോസ് തീറ്റ 2 എന്നൊരു ഇക്വേഷൻ നമുക്ക് മുമ്പേ കിട്ടിയിരുന്നു. ഈ ഇക്വേഷനിലേക്ക് 5യുടെയും I2ൻ്റെയും കോസ് തീറ്റ 2ൻ്റെയും വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം TD പ്രപ്പോർഷണൽ ടു 5ക്ക് പകരം നമ്മൾ E2 എന്നെഴുതും. അതുപോലെ I2ന് പകരം SE2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് SX2 ദ ഹോൾ സ്ക്വയർ എന്നെഴുതും. ഇൻറ്റു കോസ് തീറ്റ 2ന് പകരം R2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് SX2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതും. ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ TD പ്രപ്പോർഷണൽ ടു SE2 സ്ക്വയർ R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SX2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ കോൺസ്റ്റൻറ്റ് നമുക്ക് K എന്ന് വിളിക്കാം. അപ്പോൾ TD ഈക്വൽ ടു K ഇൻറ്റു SE2 സ്ക്വയർ R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SX2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് ടോർക്ക് ഇക്വേഷൻ ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഈ Kയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി K കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ടോർക്കും പവറും തമ്മിലൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ടോർക്ക് ഡെവലപ്പ് TD ഈക്വൽ ടു P ബൈ ഒമേഗ. ഈ P എന്ന് പറയുന്നത് മെക്കാനിക്കൽ പവറാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് PM എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഓഫ് റോട്ടർ ആണ്. അപ്പോൾ അതിനെ ഒമേഗ R എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി ഇതിനെ സിൻക്രണസ് സ്പീഡിലേക്ക് മാറ്റുമ്പോഴേക്കും PM ഡിവൈഡഡ് ബൈ 1 മൈനസ് എസ് ഇൻറ്റു ഒമേഗ എസ് എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ E എന്ന് കൊടുക്കാം. അതിവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് K കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു റേഷ്യോ കൺസിഡർ ചെയ്യും. അതായത് PC PM ഈക്വൽ ടു 1:S:1 മൈനസ് എസ്. PG എന്ന് പറയുന്നത് പവർ ജനറേറ്റഡ് ആണ്. അതുപോലെ PC എന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ്. PM എന്ന് പറയുന്നത് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ആണ്. ഇതിൻ്റെ മൂന്നിൻ്റെ റേഷ്യോ എടുത്തായിരിക്കും നമ്മൾ K കണ്ടുപിടിക്കുന്നത്.
കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് റേഷ്യോസ് എടുത്ത് സോൾവ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ പി ജിയും പി സിയും കൂടെ എടുക്കാം, അല്ലെങ്കിൽ പി സിയും പി എമ്മും കൂടെ എടുക്കാം, അല്ലെങ്കിൽ പി ജിയും പി എമ്മും കൂടെ എടുക്കാം. ഇതിനകത്ത് ഏതെങ്കിലും റേഷ്യോസ് എടുത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് പി ജി ബൈ പി സി നോക്കാം. പി ജി ബൈ പി സി ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു 1/s, which implies പി സി ഈക്വൽ ടു പി ജി ഇൻറ്റു എസ് എന്ന് കിട്ടും. അതുപോലെ തന്നെ പി ജി ബൈ പി എം ഈക്വൽ ടു 1/1 - s, that is equal to പി ജി ഈക്വൽ ടു പി എം ബൈ 1 - s. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ ഇയിൽ നിന്ന്, അതായത് ഈ ഇക്വേഷനിൽ ടി ഡി ഈക്വൽ ടു പി എം ബൈ 1 - s ഇൻറ്റു ഒമേഗ എസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പി എം ബൈ 1 - എസിനെ പി ജി എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ പി ജി വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതിനെ പി ജി ബൈ ഒമേഗ എസ് എന്ന് എഴുതാം. ഇനി ഈ ഒമേഗ എസ് എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റി ആണ്. അതിന് നമുക്ക് പി ജി ബൈ 2π/ns എന്ന് എഴുതാം. ns എന്ന് പറയുന്നത് അവിടുത്തെ സിൻക്രണസ് സ്പീഡാണ്. ഇനി നമുക്ക് കോപ്പർ ലോസിലേക്ക് കിടക്കാം. കോപ്പർ ലോസ് എന്ന് പറയുന്നത് 3I2² R2 ആണ്. ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമല്ലോ, I2² R2. ഇനി പവർ ജനറേറ്ററിന് നമുക്ക് ഈ ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. 3E2S ഇൻറ്റു I2S ഇൻറ്റു കോസ് θ2. നമുക്കറിയാം ഇവിടെ ഡെവലപ്പ് ചെയ്ത് പവർ ജനറേറ്ററിന് നമുക്ക് ഈ ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. 3E2S ഇൻറ്റു I2S ഇൻറ്റു കോസ് θ2. നമുക്കറിയാം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ പവർ ജനറേറ്റ് ചെയ്യുന്നതെല്ലാം കോപ്പർ ലോസ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പി ജി ഈക്വൽ ടു നമ്മൾ നേരത്തെ ഇക്വേഷൻസ് കണ്ടുപിടിച്ച് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 3SE2 ഇൻറ്റു SE2 ബൈ √of R2² പ്ലസ് SX2 the whole square ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ √of R2² പ്ലസ് SX2 the whole square. അപ്പോൾ ഇത് ഈക്വൽ ടു, അപ്പം പവർ ജനറേറ്റ് ചെയ്തെല്ലാം കോപ്പർ ലോസ് ആയിട്ട് പോകുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ പി ജി ഈക്വൽ ടു പി സി, കോപ്പർ ലോസിനാണ് പി സി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം പി സി ഈക്വൽ ടു പി ജി എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഈക്വൽ ടു എസ് ഇൻറ്റു പി ജി എസ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് പി ജി എസിൻ്റെ ഇക്വേഷൻ നോക്കാം. ഇവിടെ നമുക്ക് പി ജി ബൈ 2π/ns ഈക്വൽ ടു ടി ഡി എന്ന് കിട്ടി. ടോർക്ക് ഡെവലപ്മെൻറ്റ് ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഇവിടുന്ന് നമുക്ക് ടോർക്ക് ഇക്വേഷനിൽ നിന്നും പി ജി എസിൻ്റെ ഇക്വേഷൻ നമുക്ക് എടുക്കാം. പി ജി എസ് ഈക്വൽ ടു ടി ഡി ഇൻറ്റു 2π/ns. നമ്മൾ റേഷ്യോസിന് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നേരത്തെ പി സി ഈക്വൽ ടു പി ജി ഇൻറ്റു എസ് എന്നൊരു ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് ഇതിട്ട് കൊടുക്കുമ്പോഴേക്കും പി സി ഈക്വൽ ടു എസ് ഇൻറ്റു ടോർക്ക് ഡെവലപ്ഡ് ഇൻറ്റു 2π/ns എന്നൊരു ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ പി ജി ഈക്വൽ ടു പി സി എന്ന് പറഞ്ഞായിരുന്നു. പവർ ജനറേറ്റഡ് വിൽ ബി ഈക്വൽ ടു കോപ്പർ ലോസ്. അങ്ങനെ ഈ ഇക്വേഷന് കിട്ടി. പി സിക്ക് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് 3s² E2² R2 ഡിവൈഡഡ് ബൈ R2² പ്ലസ് SX2 the whole square ഈക്വൽ ടു S ഇൻറ്റു ടി ഡി ഇൻറ്റു 2π/ns. അപ്പോൾ ഇതിന് നമുക്ക് ടി ഡിയുടെ ഇക്വേഷൻ എടുക്കാം. അപ്പം ടി ഡി ഈക്വൽ ടു 3s² E2² R2 ഡിവൈഡഡ് ബൈ R2² പ്ലസ് SX2 whole square ഇൻറ്റു 2π/ns ഇൻറ്റു എസ്. ഇനി നമുക്ക് എസും എസും ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് ഫൈനൽ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും 3/2π/ns ഇൻറ്റു എസ്
E2 square R2 divided by R2 square plus Sx2 the whole square എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇതാണ് ഫൈനൽ ഇക്വേഷൻ, ടോർക്ക് ഇക്വേഷൻ ഓഫ് 3 phase ഇൻഡക്ഷൻ മോട്ടർ. ഇവിടുന്ന് നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. K ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 2 പൈ ns. ഇതാണ് കെയുടെ വാല്യൂ. അപ്പോൾ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലാകുമ്പോഴത്തേക്കും സ്ലിപ്പ് 1 ആയിരിക്കും. അതുപോലെ തന്നെ സ്ലിപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു NS മൈനസ് എൻ ഡിവൈഡഡ് ബൈ NS എന്നതാണ്. ഇതിനകത്ത് n എന്ന് പറയുന്നത് റോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് സ്പീഡായിരിക്കും. സ്റ്റാർട്ടിംഗ് സ്പീഡ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോഴത്തേക്കും ഇവിടെ 0 ഇട്ട് n ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും S ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ S ഈക്വൽ ടു 1 എന്നുള്ളത് നമുക്ക് കിട്ടിയ ടോർക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം TD ഈക്വൽ ടു 3/2 പൈ NS ഇൻറ്റു എസ്സിന് പകരം 1 ഇട്ട് കൊടുത്തു. അപ്പോൾ E2 സ്ക്വയർ R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ എസ്സിന് 1 ഇട്ട് കൊടുത്തു, x2 ഇൻറ്റു ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്നത് എന്തെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് വെച്ചാൽ ഇത് റോട്ടർ റെസിസ്റ്റൻസ് ആണ് R2. ഈ റോട്ടർ റെസിസ്റ്റൻസ് കൂട്ടിയാൽ ഇവിടുത്തെ ടോർക്കും സ്റ്റാർട്ടിംഗ് ടോർക്കും നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ഈ ടോർക്ക് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, അതും റോട്ടർ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം റോട്ടർ റെസിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്കും ടോർക്കും കൂടും. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് R2 എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ സ്പീഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ റിയാക്റ്റൻസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ വോൾട്ടേജ്, ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് റേറ്റഡ് വോൾട്ടേജ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അനുസരിച്ച് K ഈക്വൽ ടു E2/E1 എന്ന് നമുക്കറിയാം. അവിടെ ഈ E1 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ E2ഉം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ E2ഉം കോൺസ്റ്റൻ്റ് എന്ന് കിട്ടി. ഇനി ഇവിടെ ആകെ വേരിയബിൾ എന്ന് പറയാൻ പറ്റുന്നത് സ്ലിപ്പാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ടോർക്കിനെ ഇൻ ടേംസ് ഓഫ് സ്ലിപ്പിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ D ഇൻറ്റു TD ഡിവൈഡഡ് ബൈ DS ഈക്വൽ ടു 0 എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ ടോർക്കിൽ മുമ്പ് ഈ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈനലായിട്ട് S² ഈക്വൽ ടു R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ എന്ന ഇക്വേഷൻ കിട്ടും. അവിടുന്ന് S ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് R2/x2. നമ്മൾ നെഗറ്റീവ് വാല്യൂവിനെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ S ഈക്വൽ ടു R2/x2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ S ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് R2/x2 എന്ന് കിട്ടി. നമ്മൾ നെഗറ്റീവ് വാല്യൂ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ S ഈക്വൽ ടു R2/x2 എന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടി. ഇതാണ് മാക്സിമം ടോർക്കിൻ്റെ കണ്ടീഷൻ. അതുപോലെ ഈ എസ്സിനെയാണ് മാക്സിമം സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ എസ്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഈ 1 എടുത്ത് ഈ എസ്സിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 1 ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ x2 എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് x2 ഈക്വൽ ടു R2. ഇതും ഇതിന് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. ഇനി നമുക്ക് S ഈക്വൽ ടു R2/x2 എന്നുള്ളത് ടോർക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പം TD മാക്സ് ഈക്വൽ ടു 3/2 പൈ NS ഇൻറ്റു എസ്സിന് പകരം R2/x2 ഇൻറ്റു E2 സ്ക്വയർ R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് R2/x2 ഇൻറ്റു x2 ദ ഹോൾ സ്ക്വയർ. ഇത് ഈ 3/2 പൈ NS എന്ന് പറയുന്നത് K ആണ്. അപ്പം TD മാക്സ് ഈക്വൽ ടു K ഇൻറ്റു ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് E2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x2 എന്ന് കിട്ടും. അപ്പോൾ മാക്സിമം ടോർക്കിൻ്റെ ഇക്വേഷൻ ആണ് K ഇൻറ്റു E2 സ്ക്വയർ ബൈ 2x2 എന്ന ഇക്വേഷൻ. ഇതാണ് മാക്സിമം ടോർക്ക് ഓഫ്
ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ടോർക്ക് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ്. ടോർക്ക് നമ്മുടെ E2-നെ, അവിടുത്തെ E2 സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോട്ടറിൻ്റെ റിയാക്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റോട്ടർ റിയാക്റ്റൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് കണ്ടുപിടിച്ചായിരുന്നു, ടോർക്ക് നമുക്ക് കൂട്ടണമെങ്കിൽ റോട്ടറിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ മതി എന്ന്. അപ്പോൾ ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലായി, ഈ 3 ഫാക്ടേഴ്സിനെയും കൂടെ ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഇത്രയാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടോർക്ക് ഇക്വേഷൻ്റെ ഡെറിവേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമ്മളത് ചെയ്തു തരും. ഇനി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ വീഡിയോസ് എല്ലാം കാണണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.